ജില്ലയിലുണ്ട്. പക്ഷേ മലപ്പുറം ജില്ലയിൽ കുറച്ച് അധികമായിട്ട് ക്യാരി ബാഗിന്റെ ആളുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഒരു തൊഴിലില്ലാത്തത് നമുക്ക് ശരിക്കും നമ്മുടെ വ്യാപാരി സമിതി മാത്രം വിചാരിച്ചാൽ തരാവുന്ന ഒരു വർക്ക് ഓർഡറുകളാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ബദൽ സംവിധാനം, പ്ലാസ്റ്റിക്കിന് ബദൽ സംവിധാനം ഏർപ്പാടാക്കിയ ഈ സമയത്ത് വ്യാപാരികൾക്ക് ഫൈൻ അടച്ചാൽ പോലും ഫൈൻ അടയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ട് പോലും, വ്യാപാരികളെ കുറ്റം പറയുകയല്ല, ഫൈൻ അടയ്ക്കുന്ന അവസ്ഥ ഉണ്ടായിട്ട് പോലും അവരത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ അതിന് ബദൽ സംവിധാനമാണ് ക്യാരി ബാഗ്, പേപ്പർ ക്യാരി ബാഗും ക്ലോത്ത് ബാഗും നമ്മൾ വിപണിയിൽ ഇറക്കുന്നത്. അപ്പൊ അതിന് കാര്യമായ രീതിയിൽ നമുക്ക് തുണിക്ക് നല്ല റേറ്റിനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ റേറ്റ് വെച്ചിട്ട് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് സഞ്ചി കൊടുക്കാൻ ഏതായാലും കഴിയില്ല. പിന്നെ ഈ തൊഴിലാളികളുടെ കൂലി, അതുപോലെ വാടക, GST, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളിലേക്കാണ് നമ്മളെല്ലാം ഓരോരുത്തരും പോകുന്നത്. അപ്പൊ ആ നഷ്ടങ്ങൾ നികത്തണമെങ്കിൽ ഇവർ മാത്രം വിചാരിച്ചാൽ മതിയാകും.